അങ്ങനെ നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ മൂന്നാമത്തെ സിനിമയായിട്ടുള്ള ഡൂഡ് കണ്ടിരിക്കുകയാണ്. ആൻഡ് പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ വളരെ സത്യസന്ധമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണമെങ്കിൽ ഇതുവരയ്ക്കും ഇറങ്ങിയ 3 പ്രദീപ് സിനിമകളിൽ എനിക്ക് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് തോന്നിയ സിനിമ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ തന്നെയായിരിക്കും. പക്ഷെ അതും പറഞ്ഞത് ഒരു മോശം സിനിമയാണെന്നല്ല പറയുന്നത്. ഇറ്റ്സ് സ്റ്റിൽ എ പ്രിറ്റി ഗുഡ് എൻ്റർടൈനർ, ബട്ട് ഡെഫിനറ്റ്ലി ഹിസ് വീക്കസ്റ്റ് വർക്ക് യെറ്റ്. അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കിടിലനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ പഞ്ചൊക്കെ നൈസായിരുന്നു. പടം ഭയങ്കര ഒരു ഫൺ മൂഡിലാണ് പോണത് ഫസ്റ്റ് ഹാഫിൽ. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ പടം അതേ വൈബ് പിടിച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവസാനം എത്തും തോറും പടം നന്നായി ഡൗൺ ആവാൻ തുടങ്ങി. എനിക്ക് പേഴ്സണലി ഇമോഷണലി ഒരു കണക്ഷൻ എനിക്ക് അവസാനത്തേക്കൊക്കെ എത്തിയപ്പോൾ വിട്ടുപോയി. അതുപോലെ കിട്ടേണ്ട ഒരു പഞ്ച് ഉണ്ടല്ലോ, അത് ചില സീൻസിലൊന്നും എനിക്ക് അവസാനം കിട്ടിയില്ല. അതുപോലെ മൊത്തത്തിൽ എനിക്ക് ആ ഒരു അവസാനത്തെ പോർഷൻ കുറച്ച് ഡൗൺ ആയി സെക്കൻഡ് ഹാഫിൻ്റെ. അതുപോലെ കുറച്ച് ലാഗും ഒക്കെ അടിക്കാൻ തുടങ്ങി. അതും പറഞ്ഞ് ഞാൻ മോശമാക്കി എന്നല്ല പറയണത്, കണ്ടുകൊണ്ടിരിക്കാം. ബട്ട് കമ്പാരിറ്റീവ്ലി അഥവാ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം ഡെഫിനറ്റ്ലി കുറച്ച് ഡൗൺ ആയി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. പക്ഷേ അത് പറയുമ്പോൾ പോലും ഈ പടത്തിൽ കുറേ അധികം പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർഫോമൻസസ്. പ്രദീപ് രംഗനാഥൻ പിന്നെയും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക ദാറ്റ് ഹീ ഈസ് എ സ്റ്റാർ മെറ്റീരിയൽ. അണ്ണൻ്റെ ഒരു സ്റ്റൈലും ഒരു സ്വാഗും അതുപോലെ അണ്ണൻ ഹ്യൂമർ ചെയ്യുന്ന രീതിയൊക്കെ വേറെ ലെവലാണ്. ഇതിൽ പക്ക ഒരു ഓവർ ദ ടോപ്പ് പരിപാടിയൊക്കെ ചില സീൻസിൽ പിടിക്കുന്നുണ്ട്. അത് നമുക്ക് ഒട്ടും ലൈക്ക് ഈവൻ ദോ ഓവർ ദ ടോപ്പാണ്, നമുക്ക് ലൈക്ക് ഒരു ലിമിറ്റ് വിട്ടു പോകുന്ന പോലെ ഫീൽ ചെയ്യില്ല, അഥവാ കോമാളി തരം പോലെ ഫീൽ ചെയ്യില്ല. നല്ല രസമായിട്ട് തന്നെ അണ്ണൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് ഈ പടത്തിലെ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് ഈസിലി മമിത ബൈജു ആയിരിക്കും. മമിത ബൈജു ഗംഭീര പെർഫോമൻസ് മാൻ, എസ്പെഷ്യലി ഇമോഷണൽ സീൻസിലൊക്കെ അടിപൊളി, എനിക്കൊന്നും പറയാനില്ല. പിന്നെ ശരത് കുമാർ കിടിലൻ ക്യാരക്ടർ, അതിനെക്കാട്ടിലും മികച്ചൊരു പെർഫോമൻസ് വേറെ ലെവലായിരുന്നു ശരത് കുമാർ ഈ സിനിമയിൽ കേട്ടോ. എനിക്ക് ആക്ച്വലി ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ശരത് കുമാർ ഈ സിനിമയിൽ കലക്കും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം. ബട്ട് ഇതുപോലത്തെ ഒരു ക്യാരക്ടറും ഇതുപോലത്തെ ഒരു പെർഫോമൻസും ഞാൻ ജെനുവൻലി പ്രതീക്ഷിച്ചില്ല. അത് സൂപ്പറായിട്ട് തന്നെ ആൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പാരി എന്നുകൊണ്ടുള്ളൊരു ക്യാരക്ടർ, ആ മച്ചാൻ സൂപ്പറായി പെർഫോം ചെയ്തു. അതുപോലെ പ്രദീപിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഫ്രണ്ട് ക്യാരക്ടറായിട്ടുണ്ട്, അഗൈൻ മച്ചാൻ സൂപ്പറായിരുന്നു. അങ്ങനെ എല്ലാവരും കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. മേക്കിംഗ് വൈസ് പടം ഭയങ്കര രസമായിരുന്നു കാണാൻ. വിഷ്വലി ഭയങ്കര വൈബ്രൻറ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ അവർ പിടിച്ചിട്ടുണ്ട്. പടം മൊത്തം ഒരു ലൈക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ ലൗഡായിട്ടുള്ള ഓവർ ദ ടോപ്പ് കെയോട്ടിക് പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അതിന് പറ്റിയ വിഷ്വൽസ് തന്നെയാണ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കളറിങ് ഒക്കെ വേറെ ലെവൽ. അഗൈൻ വിഷ്വലി പടം ബ്യൂട്ടിഫുൾ ആണ്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് കിടിലം വർക്ക്. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് നമ്മുടെ സായ് അഭ്യങ്കറിൻ്റെ മ്യൂസിക് ആയിരിക്കും. നമ്മുടെ ബൾട്ടി എന്നുള്ള സിനിമയിലൂടെ ഒരു കിടിലൻ എൻട്രി സായ് അഭ്യങ്കർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എൻട്രിക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് കൊടുക്കുന്ന ലെവലിലുള്ള വർക്കാണ് ഈ ഒരു സിനിമയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കിടിലം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ പാട്ടുകളുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കിടിലം പാട്ടുകൾ തന്നെയാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു സായ് അഭ്യങ്കർ ഈ സിനിമയത്തെ വർക്ക്. ഡെഫിനറ്റ്ലി ഐ എം എക്സൈറ്റഡ് ഫോർ ഹിസ് നെക്സ്റ്റ് വർക്ക്. നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ആൻഡ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പടത്തിൻ്റെ ഹ്യൂമറാണ്. കുറേ നല്ല ചിരിക്കാനുള്ള കുറേ സീനുകളും കുറേ പരിപാടികൾ ഈ സിനിമയിലുണ്ട്. അത് ഡെഫിനറ്റ്ലി ഈ പടത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി. ആൻഡ് അതുപോലെ കുറേ സീൻസിലൊക്കെ സത്യം പറ്റും ചില അവിടെയൊക്കെ ഇട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ രോമാഞ്ചം പിടിച്ചു. അങ്ങനത്തെ കുറച്ച് സീൻസും പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. ബട്ട് അഗൈൻ ഇതൊക്കെ പറയുമ്പോൾ പോലും സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം പടം എനിക്ക് ഡൗൺ ആയി. അത് ഡെഫിനറ്റ്ലി ആ പടത്തിൻ്റെ ഗ്രാഫിനെ കുറച്ച് താഴത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ പോലും ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ പ്രിറ്റി ഗുഡ് മൂവി ഇൻ മൈ ഒപ്പീനിയൻ. ഡെഫിനറ്റ്ലി എൻ എൻ്റർടൈനർ, പക്ക ഒരു എൻ്റർടൈനർ തന്നെയാണ് ഈ ഒരു സിനിമ. അങ്ങനത്തെ ഒരു വൈബിൽ പോയിരുന്ന് കാണാൻ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാനുള്ള സ്റ്റഫുള്ള ഒരു സാധനം തന്നെയാണ് ഡൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അറ്റ്ലീസ്റ്റ് അതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.